ഒരു ദിവസം നിങ്ങൾ എത്ര ടൈം ഇത് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്ക് ജോയിൻ ചെയ്യാനും പിന്നെ ഫ്രീ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. അതേപോലെ തന്നെ പാർട്ടിക്കുലർ സ്കില്ലിൻ്റെ ആവശ്യമില്ല, പിന്നെ എക്സ്പീരിയൻസ് റിക്വയർഡല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഒരു സ്റ്റുഡൻറ്റിനായാലും അതേപോലെ തന്നെ ഒരു ഹൗസ് വൈഫിനായാലും ആർക്കായാലും സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റാണ് ഞാൻ നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേപ്പാൽ ത്രൂ ഇത് ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അൺലിമിറ്റഡ് വർക്ക്സും ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറെ വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇതിലുള്ള ഒരുപാട് വർക്ക് ഇതിലുണ്ട്. ആ വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കണ്ട് ഇതിന് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി കാര്യങ്ങളെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റ് കയറാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോയിക്കാണ്ട് റാപ്പിഡ് വർക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും rapidworkers.com എന്നാണ് സൈറ്റിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, സൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവർക്ക് 1,00,000 വർക്കേഴ്സ് ഉണ്ട് ഈ ഒരു സൈറ്റിൽ. അതേപോലെ തന്നെ ക്ലയൻസും ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മുമ്പ് റീസെൻ്റ്ലി ചെയ്ത് കഴിഞ്ഞ വർക്ക്സ് ഇവിടെ കാണാൻ പറ്റും. 1 മിനിറ്റ് മുമ്പ് ഒരു മിനിറ്റിൻ്റെ വർക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ 10 സെൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. അത് യൂട്യൂബ് വോട്ട് ഫോർ ദിസ് വീഡിയോ, ഒരു വീഡിയോയ്ക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഫോളോ മീ ഓൺ ട്വിറ്ററിൽ ഫോളോ ചെയ്തിട്ട് 12 സെൻറ്റാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതും സക്സസ് ആയി ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു സൈറ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഈ ടോപ്പിലാണ് കാണാൻ പറ്റും സൈൻ അപ്പ് നൗ എന്നുള്ളത്. അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. VPN യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ബോക്സിൽ ഇവിടെ നമ്മൾ നെയിം കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളൊരു മെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പിന്നെ നമ്മൾ കൺട്രി കൊടുക്കുക, പിന്നെ ഈ ക്യാപ്ച ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന അഗ്രി എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് മൈ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിലേക്ക് ഒരു മെയിൽ വരും. അതിൽ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് ഉണ്ടാകും. അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന മെയിൽ അടിച്ചെടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ച ഒന്ന് വെരിഫൈ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് വർക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്ക് തന്നെയാണ്. പക്ഷേ ഇതിലൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കാണാൻ പറ്റും ബ്രസീൽ ഇൻ്റർനാഷണൽ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഇൻ്റർനാഷണലും അതേപോലെ തന്നെ ഇന്ത്യ എന്നുള്ളതും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ US ഉണ്ട്, അതേപോലെ തന്നെ കാനഡ, ബ്രസീൽ, അങ്ങനത്തെ ഒരുപാട് UK ഒക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ ടാർഗറ്റ് വർക്കേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എല്ലാ കൺട്രീസും കാര്യങ്ങളും കാണാൻ പറ്റും. അതിൽ ഇന്ത്യ എന്നുണ്ടാവും. അത് പോയി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നമ്മൾ ഇന്ത്യയിലുള്ള വർക്കൊക്കെ കാണാൻ പറ്റും. ഇൻസ്റ്റാൾ ആൻഡ് രജിസ്റ്റർ ആപ്പ് ആൻഡ്രോയിഡ്. അപ്പോൾ ഇത് ഇന്ത്യയിലുള്ള ഒരു വർക്കാണ്. ഇതിൽ നമുക്ക് 20 സെൻറ്റാണ് കിട്ടുന്നത്. അതായത് 15 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഫിൽ കറക്റ്റ് ഡീറ്റെയിൽസ്, വെരിഫൈ OTP. അതായത് നമ്മൾ ഈ സൈറ്റ് കയറിയാണ്ട് നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ടാവും, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിന് നമുക്ക് 20 സെൻറ്റാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു ഹൈ പേയിങ് ചെയ്യണ ഒരു വർക്ക് ഇവിടെ കാണാൻ പറ്റും. $3.50 അത് അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ്. അതിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് $3.50 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഞാനൊരു വർക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ത്യയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണലിൽ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പോയിക്കാണ്ട് ഇൻ്റർനാഷണൽ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താണ്ട് നമ്മളെ ഒരുപാട് വർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടുള്ള ഒരു വർക്കാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും യൂട്യൂബ് സബ്സ്ക്രൈബ് ഓൺലി. നമ്മളിതിൽ കയറിയാണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 സെൻറ്റാണ്. 3 സെൻറ്റ് പറയുമ്പോൾ ഏകദേശം 1 രൂപക്ക് മുകളിലുണ്ടാവും, 2 രൂപേൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും നമ്മൾ എന്താണ് പ്രൂഫായിട്ട് അയച്ചു കൊടുക്കേണ്ടതെന്നുള്ളത്. യുവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഏത് ഐ ഡി നിന്നാണ് ചെയ്യുന്നത് ആ ഒരു ചാനലിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. ഒരു ചാനൽ URL. അപ്പോൾ അതെങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മളെ ചാനലിൽ പോയാൽ നമുക്ക് അതിൽ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഹൗ മച്ച് ഷോ ആഫ്റ്റർ സബ്സ്ക്രൈബഡ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ആ ഒരു ചാനലിന്, അതായത് നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൻ്റെ കൗണ്ടാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സെൻഡ് മി ആ സ്ക്രീൻഷോട്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആ സ്ക്രീൻഷോട്ടും അവർക്ക് വേണ്ടതുണ്ട്. ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ നോക്കുക, വർക്ക് ഡൺ, അതേപോലെ തന്നെ യു വിൽ ഏൺ, ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 7500 പേർക്കുള്ള വർക്കാണ്. അതിലിപ്പോൾ 4924 പേര് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയും ആൾക്കാർക്ക് ഈ വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില വർക്കിൽ നിങ്ങൾ ഇവിടെ ഒരു 500 കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 499 പേര് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വർക്കൊന്നും നിങ്ങൾ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ വർക്ക് നിങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഇടയിലേക്കാണ് ചിലപ്പോൾ അത് ഫില്ലാവുക. അത് ഫില്ലായി പിന്നെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിഫറൻ്റ് ഉള്ള വർക്ക് നിങ്ങൾ എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഗോ ടു യൂട്യൂബ് ആൻഡ് റൈറ്റ്. അതായത് നമ്മൾ യൂട്യൂബ് പോയിക്കാണ്ട് ഈ സംഭവം ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇതൊന്ന് കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബ് കൊണ്ട് സെർച്ച് ചെയ്യുക. അത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ യൂട്യൂബ് കൊണ്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ പോയിക്കാണ്ട് സെർച്ച് ചെയ്തിന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ ഇനി ഈ ചാനൽ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അവരിവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിലുള്ള ചാനലാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ആ ലിങ്ക് മാത്രം കോപ്പി ചെയ്തെടുത്താണ്ട് നമ്മൾ ഗൂഗിളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. അത് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഗൂഗിളിൽ പോയിക്കൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചാനൽ. നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടിയ ചാനലിനാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചാനലിലേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ എത്ര സബ്സ്ക്രൈബ് കണ്ടുള്ളത് നമ്മൾ നോട്ട് ചെയ്തേക്കുക. അപ്പോൾ 39.4K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ. എന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തേക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ നെയിം എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൻ്റെ നെയിമും URL വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ ചാനൽ ഉണ്ടാവും, അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ചാനലിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഇനി നമ്മളെ URL എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഇവിടെ കാണുന്ന ഈ 3 ഡോട്ട് അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലുണ്ടാവും ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഇനി നമ്മൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് സൈറ്റിൽ തന്നെ പോവുക. സൈറ്റിൽ തന്നെ പോയിട്ട് അപ്പോൾ ഫസ്റ്റ് പ്രൂഫ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ യുവർ യൂട്യൂബ് ചാനൽ നെയിമാണ്. അപ്പോൾ ഇവിടെ ഈ ബോക്സ് പോയിക്കാണ്ട് നമ്മൾ 1 ഇടുക. അതായത് നമ്മൾ ഫസ്റ്റ് ടാസ്കിൽ നിന്നുള്ള നിലക്ക് നമ്മൾ 1 ഇടുക. അതിനുശേഷം നമ്മൾ ആ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 2 ഇടുക. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രൂഫ് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യുവർ ചാനൽ URL. അപ്പോൾ ആ ലിങ്ക് ഒന്ന് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൗ മച്ച്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ 39.4K സബ്സ്ക്രൈബേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിവിടെ സെർച്ച് ചെയ്യാം. ഇനി നാലാമത്തെ പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെൻഡ് മി ആ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ പോവുക. അതിനുശേഷം ലൈറ്റ് ഷോട്ട് എന്ന് സെർച്ച് ചെയ്യുക. ലൈറ്റ് ഷോട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് സൈറ്റ്. ഈ സൈറ്റിൽ കയറുക. അതിനുശേഷം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അതിൽ അപ്ലോഡ് ചെയ്യുക. എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നിങ്ങളോടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ജസ്റ്റ് ഒരു മെയിൽ കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ബ്രൗസ് ഇമേജ് എന്നുണ്ട്, അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിക്ക് നേരെ പോകും. അതിലുള്ള നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ഇമേജ് ഇതാണ്. ഇതൊന്നും ഇവിടെ അപ്ലോഡ് ചെയ്യണേ. ഇത് അപ്ലോഡായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ലിങ്കാണ് നമ്മൾ ആ ബോക്സ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമേജ് അപ്ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ കോപ്പി ലിങ്ക്, അതേപോലെ തന്നെ ഡിലീറ്റ് നോ ടൈറ്റിൽ എന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ കോപ്പി ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ലിങ്ക് കോപ്പി കണ്ട് കിട്ടും. അതിനുശേഷം നമ്മൾ സൈറ്റ് പോയിക്കാണ്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക.
അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് ഫോളോ ഇൻസ്ട്രക്ഷൻ ആയിട്ടഡ് ദിസ് ടാസ്ക് അതിന് ക്ലിക്ക് ചെയ്യാം. അതിന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എംപ്ലോയർ വിൽ റിവ്യൂ യുവർ ടാസ്ക്. അപ്പോൾ നമ്മുടെ ടാസ്ക് അവർ റിവ്യൂ ചെയ്യും. അപ്പോൾ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ ടാസ്ക് റിവ്യൂ ചെയ്തുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തരും. ചിലവർ 1 മണിക്കൂറിന് മുമ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് അപ്രൂവ് ആയി കിട്ടും. പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് എന്തായാലും കിട്ടും. കറക്റ്റ് അല്ല, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ 7 ദിവസത്തിനുള്ളിൽ അവർ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ടാസ്ക്കായി ഫിനിഷ്ഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ടാസ്കും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ആകെ ഒരു ടാസ്ക് ചെയ്തിട്ടുള്ളൂ, അതിവിടെ പെൻഡിങ്ങിലാണ്. നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും, പെൻഡിങ്ങിലാണ്. അതിൻ്റെ എമൗണ്ട് നമുക്ക് ആഡ് ആയാൽ ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമുക്ക് മൈ ക്യാമ്പയിൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിൽ വർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ന്യൂ ക്യാമ്പയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഓപ്ഷൻ ഇവിടെ മൈ അക്കൗണ്ടാണ്. മൈ അക്കൗണ്ട് പോയാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. നമ്മളെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇവിടെ ന്യൂസ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേഞ്ച് പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വിഡ്രോവലിൻ്റെ കാര്യം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ മോഡലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ടിൽ $8 ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിലും അതേപോലെ തന്നെ നമ്മളെ പേപ്പാലിൻ്റെ മെയിലും പിന്നെ IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഈ അഡ്രസ്സാണ് കോപ്പി ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതൊക്കെ ഈ ഒരു മെയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. 48 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ പേപ്പാൽ അക്കൗണ്ടിലേക്ക് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഡ്രോവൽ ഓപ്ഷൻ. പിന്നെ ഇതിൽ മുകളിൽ പോയാൽ നമ്മൾ ബാലൻസ് അതേപോലെ തന്നെ ടോട്ടൽ വിഡ്രോവൽ, ടോട്ടൽ ഡെപ്പോസിറ്റ് എല്ലാ വിഷയങ്ങളും ഇവിടെ കാണാൻ പറ്റും. കാര്യങ്ങൾ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഗുഡ് ബൈ.